പക്ഷെ പുള്ളിയുടെ സീൻ ഇതാ, പുള്ളിക്കാരി ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പം ഈ പുള്ളിക്കാരൻ എന്തോ നല്ല ബിസിനസ് അനലിസ്റ്റ് എന്തോ ആയിട്ട് പുള്ളിക്കാരൻ ഗൾഫിൽ ജോലിക്ക് ഉണ്ടായിരുന്ന, പുള്ളിക്ക് വർക്ക് ഫ്രം ഹോമാണ്. അവിടുന്ന് ഇങ്ങോട്ട് അതേ ജോലിയും കൊണ്ട് വന്ന് പുള്ളിക്ക് വീട്ടിൽ വന്നിട്ട് പുള്ളി അതേ ജോലിക്ക് അത് ഏതാണ്ട് ആകെ 2-3 മണിക്കൂർ ജോലി ചെയ്താൽ മതി. ജോലി ചെയ്യുന്നു. പുള്ളിക്കാരി വീട്ടിൽ വരുമ്പോഴും പുള്ളി ഈ സിനിമയും കണ്ട് വെള്ളം അടിച്ച് പുള്ളി വീട്ടിൽ ഇരിക്കുക. ഈ പുള്ളിക്കാരി മടുത്ത് ആ ഒരു സിറ്റുവേഷനകത്ത് പുള്ളിക്കാരി പറഞ്ഞ് ഞങ്ങൾക്കകത്ത് കഷ്ടപ്പെടുവാണ്. രാവിലെ പുള്ളിക്ക് ചൂടോടുകൂടി ഫുഡ് വേണം, വൈകിട്ട് വന്നു കഴിഞ്ഞാൽ ചോറ് ഉണ്ടാക്കി കൊടുക്കണം, എടുത്ത് വിളമ്പി കൊടുത്താലേ കഴിക്കും. അവസാനം പുള്ളി കഷ്ടപ്പെട്ടു. എത്ര പറഞ്ഞാലും ഒരു മാറ്റവും ഇല്ല. എന്ത് പറഞ്ഞാലും പിന്നെ വീട്ടിൽ തന്നെ പുള്ളി വെളിയിൽ പോയി കഴിപ്പ് തുടങ്ങി. പുള്ളിയുടെ ഫ്രീ ടൈം മൊത്തം പുള്ളി വെളിയിൽ കൂടെ നടക്കും. ഈ പുള്ളിക്കാരി ഒരിടത്തും കൊണ്ടുപോകത്തിന് എടുക്കത്തില്ല. പുള്ളി അങ്ങനെ ഒറ്റപ്പെട്ട് കൊച്ചും പുള്ളിക്കാരോട് അങ്ങ് ഒറ്റപ്പെട്ട് ജീവൻ തുടങ്ങി. മടുത്ത് അവസാനം എപ്പോഴത്തേനും പുള്ളിക്ക് ഇവിടെ ജീവിക്കാൻ വേണ്ട. കാരണം പുള്ളിക്ക് ഇവിടുത്തെ സൗകര്യങ്ങളും ഇഷ്ടങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ പുള്ളിക്കാരൻ നാട്ടിപ്പോയി. അവിടെ ഇതേ പ്രശ്നങ്ങളൊക്കെ തന്നെ. അങ്ങനെ ഏതായാലും അവസാനം ഈ ഒരൊറ്റ സിറ്റുവേഷനിൽ ഞാൻ ചോദിച്ചു വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായോ? അടിയും പിടിയും എല്ലാം ഉണ്ട്. ഈ ചോദ്യം മനസ്സിൽ വരുമ്പോൾ അടിയും പിടിയും എല്ലാം ഉണ്ട്. ഒന്ന് പാത്രം കഴുകി വെക്കുകയോ അല്ലെങ്കിൽ ഒരു കറിക്കഴിഞ്ഞ് വെക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ തീരാനുള്ള സാധനമേ ഉള്ളൂ. പക്ഷെ ചെയ്യൂല. അവസാനം ഇപ്പോൾ ഡിവോഴ്സായി. അപ്പം വേറെ എന്തെങ്കിലും സംഭവം ഇത്രയേ ഉള്ളൂ സംഭവം. പക്ഷേ അതൊരു സംഭവമല്ലേ, അത് പുള്ളിക്കാരിക്ക് സംഭവമായിരുന്നു.